ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഫസ്റ്റ് റീഡിങ്സ് കുറച്ച് ദിവസം കൂടി ഇല്ല. ഓക്കെ, മീൻ അടുത്ത് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. ഈ വീക്ക് മോസ്റ്റ്ലി ഞാൻ അറിയിക്കാം ഞാൻ ഈ വരുന്ന വീക്കിൽ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് ജസ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ ചെയ്യാൻ പറയുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയായാലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് നിങ്ങൾ എന്താണ് ഏത് സിറ്റുവേഷനാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ചെറിയ റീഡിംഗ് ആയിട്ട് ഇടുന്നുള്ളൂ ഒന്ന്. ഓക്കെ, വേൾഡ് ഉണ്ട്, ഹെർമിറ്റ് ആൻഡ് 8 of Wands, 5 of Swords, ഓക്കെ, King of Pentacles. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ അതായത് പാസ്റ്റിലെ ചില അനുഭവങ്ങൾ, ഓക്കെ, പാസ്റ്റ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ വീണ്ടും 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 അത് തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ സംഭവിച്ചാലോ, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടാലോ, എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇല്ലാത്തത് കൂടി ചിന്തിച്ചു കൂട്ടുകയാണ്. ഓക്കെ, നമ്മൾ പറയില്ലേ ഊതിപ്പെരുപ്പിക്കുക എന്ന് പറയില്ലേ, അത് വേറെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിലിട്ട് ഊതി ചിന്തിച്ച് അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനെ ഊതിപ്പെരുപ്പിച്ച് നമ്മുടെ മനസ്സ് ഒരുപാട് വലുതാക്കും, പേടികൾ കൂടും, നമ്മുടെ ഉള്ളിൽ ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയാണ് നമ്മൾ. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത്. അതിപ്പോൾ ഏത് സാഹചര്യം ഏത് കാര്യത്തിൻ്റെ ആയാലും ശരി, കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലിൻ്റെ കാര്യങ്ങൾ, മേ ബി പണത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം. ഞാൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ, പോയാലോ, നഷ്ടപ്പെട്ടാലോ, അങ്ങനെ പലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യവുമായിരിക്കാം. ഓക്കെ, കുറച്ച് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുമോ എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിരിക്കാം. സോ അങ്ങനെയുള്ള 1-2 സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ജോലിയുടെ ഓഫർ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ആവാം. 2-3 എല്ലാത്തിൻ്റെയും വരുന്നുണ്ട്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വേൾഡ് കാർഡ് കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സ് ആദ്യം തന്നെ പറയുന്നത് പേടിക്കാതിരിക്കൂ ഫസ്റ്റ്. ഓക്കെ, ആ ടെൻഷൻസും മാറ്റി വയ്ക്കൂ, ഈ ഓവർ തിങ്കിങ് മാറ്റിയെടുക്കൂ എന്നാണ്. ഓക്കെ, പാസ്റ്റ് സംഭവിച്ചത് ഇനിയും വീണ്ടും സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയില്ല ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് നമുക്ക് വേറെ വരണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം വീണ്ടും ട്രൈ ചെയ്യുന്നു, ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഒരേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെന്തോ മാറ്റാനുണ്ട് എന്നൊരർത്ഥമാണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്കിൽ എന്താണ് എന്താണ് നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇനി മാറ്റി എന്താ ചെയ്യേണ്ടത്, ഇവിടെ എൻ്റെ ഭാഗത്തുനിന്നൊരു ചേഞ്ച് എന്താണ് ഞാൻ കൊണ്ടുവരേണ്ടത്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ കംപ്ലീഷൻ കാണുന്നുണ്ട്, ഒരു സൈക്കിളിൻ്റെ എൻഡിങ് കാണുന്നുണ്ട് എനിക്ക്, ഒരു സൈക്കിളിൻ്റെ മാറ്റം. അതായത് നിങ്ങളിങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകല്ല വേണ്ടത്, ഇത് ചിന്തിക്കണം, ശരിയാണ്. ഓക്കെ, യെസ്, പാസ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, എന്തായിരുന്നു സംഭവിച്ചത്, ഓക്കെ, ഇനി ഞാൻ അതിൽ എന്താണ് മാറ്റേണ്ടത്, അങ്ങനെ ചിന്തിക്കൂ, പോസിറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ആൻഡ് ഇവിടെ ഇനി സിറ്റുവേഷൻ ഒന്ന് മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കംപ്ലീഷൻ സക്സസ് ഒക്കെയാണ് കാണുന്നത്. സോ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു സ്റ്റെപ്പ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേറെ റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനും ഇവിടെ ഹെർമിറ്റും ഉണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട് ഉള്ളിലേക്ക് പോയി ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കൂ, പുറമേ നോക്കണ്ട. അവരങ്ങനെ പറഞ്ഞിട്ടാണ്, ഇവരിങ്ങനെ പറഞ്ഞിട്ടാണ്, മറ്റേവരിങ്ങനെ ചെയ്തിട്ടാണ്, ഇതൊന്നും നമുക്ക് മാറ്റർ അല്ല. ഓക്കെ, അവിടെ നമ്മളുടെ റിയാക്ഷനാണ് മാറ്റർ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റർ. നമുക്ക് അവരെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇവരെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിലല്ല. ഓക്കെ, നമ്മുടെ കൺട്രോളിലുള്ള എന്താണ് ഞാൻ എന്ന ഒരു വ്യക്തി, എന്നെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാം, എന്നെ തന്നെ മാറ്റാം, എന്നെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്താം. ഓക്കെ, സോ ഇവിടെ നിങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, തിങ്ക് ആലോചിച്ചോളൂ, വിരോധമൊന്നുമില്ല, തിങ്ക് വേണം. ഓക്കെ, ബട്ട് അത് പോസിറ്റീവായിട്ട് കൊണ്ടുവരൂ. ഓക്കെ, നിങ്ങൾ തിരിച്ചറിവിലേക്ക് വരൂ, ദാറ്റ് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ അവനവനിലേക്ക് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും മിസ്റ്റേക്സ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചില സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ അവനവനെ വെറുതെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ പറയുന്നുണ്ടാവും എൻ്റെ കാരണമാണ് ഇത് പറ്റിയത്, അല്ലെങ്കിൽ ഞാനാണ് ഇങ്ങനെ എന്തോ ചെയ്തത് എന്ന് നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഒരിക്കലും ആവണം നിർബന്ധമില്ല. ഓക്കെ, അവിടെ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സംവെയർ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക, അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ 8 of Wands കാണുന്നുണ്ട്, മുന്നോട്ട് കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് വറി, യെസ്,
തിങ്സ് വിൽ ഹാപ്പൻ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കും, ഉറപ്പാണ്. പക്ഷെ അതിന് നിങ്ങളിങ്ങനെ ഈ ചിന്തിച്ചു കൂട്ടി നെഗറ്റീവ്, അതുപോലെ നമ്മൾ പറയില്ലേ ഈ വാള് നമ്മൾ തലയിൽ വീഴുമോ എന്ന് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ രാവിലെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ വീണാലോ എന്നാലോചിച്ചിട്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ അവിടെ ഈ ചിന്തകളെ വേണം നമുക്ക്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റണം. എനിക്ക് അതിൽ നിന്ന് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, സോ മനസ്സിലാക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് വേറെ മാറ്റിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, സോ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണുന്നതിൻ്റെ സക്സസ് ഓൾറെഡി യൂണിവേഴ്സ് അഷ്യൂർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ വരുന്ന രീതിക്കാണ്, സക്സസ് വരുന്ന രീതിക്കാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലി കരിയർ വൈസ് നിങ്ങൾക്ക് ഗ്രോത്ത് കാണും. അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും കമ്മിറ്റഡ് ആയിട്ടൊരു ബന്ധം അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്ന രീതിക്കോ കാണുന്നുണ്ട്. കൂടുതലും എനിക്ക് ഫൈനാൻസിൻ്റെ കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മുമ്പ് ചീറ്റിംഗ് അനുഭവിച്ച് കാണാം. ഓക്കെ, ആരെങ്കിലും നിങ്ങൾ ചീറ്റ് ചെയ്ത് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലും വിശ്വാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക, അവനവനിൽ വിശ്വസിക്കുക. ഓക്കെ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതൊന്നും നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് സ്വയം ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുന്നത്. അത് മാറ്റിയെടുക്കാം. ഓക്കെ, ഗോ ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ന്യൂ കരിയർ ആണോ, ന്യൂ ഫൈനാൻസിൻ്റെ കാര്യങ്ങളാണോ, സണ്ണും ഉണ്ടായിരുന്നു, ഇവിടെ എന്താ സന്തോഷങ്ങൾ, ഹാപ്പിനെസ്, ഫൈനാൻഷ്യൽ എല്ലാം നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, ബട്ട് ഓവർ തിങ്കിങ് എന്ന് പുറത്ത് വരിക, പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരാം. മനസ്സിൽ അങ്ങനെ ചിന്തകൾ കയറി വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, പാസ്റ്റിൽ സംഭവിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ എങ്ങനെയോ പുറത്ത് വന്നു അല്ലേ, നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അതുകൂടി നിങ്ങൾ ഓർക്കുക എപ്പോഴും. ഓക്കെ, നമുക്ക് ഈ സിറ്റുവേഷൻസ് വരുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും എപ്പോഴും നമ്മൾ എല്ലാം നമുക്ക് സക്സസ് എത്തും പെട്ടെന്ന് അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്ത ഉടനെ എല്ലാം സക്സസ് ആവുന്നൊന്നുമില്ല. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.